ഹായ്. അപ്പോൾ ഇന്ന് ഒലീവ് ബ്രെഡ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഒലീവ് ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ, നമുക്ക് ഫ്ലോർ വേണം. ഫ്ലോർ അല്ലാതെ നമുക്ക് ആവശ്യമുള്ളത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ഈസ്റ്റ്, ഉപ്പ് 1/2 ടീസ്പൂൺ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, അത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു 1/2 കപ്പ് ഗ്രേറ്റഡ് ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുട്ടയില്ലത് 1/2 മുട്ട. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, പകുതിയായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പകുതിയാക്കാം കേട്ടോ. 1/2 മുട്ടയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും, പിന്നെ 1 ടീസ്പൂൺ ഒലിവ് ഓയിലും, പിന്നെ 2 ടീസ്പൂൺ പാലും, ഇത്രയും ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണത്. നമുക്ക് ടേസ്റ്റിങ്ങിന് ആവശ്യമുണ്ട്. പിന്നെ ഇതൊരു 1/4 കപ്പ് ഒലീവ്സ് ആവശ്യമുണ്ട്. പിന്നെ ഒലിവ് ഓയിൽ വേണം. ഒലിവ് ഓയിൽ ഞാനിത് വെർജിൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഫ്ലവർ അല്ലാതെ പിന്നെ എക്സ്ട്രാ ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ഫ്ലവർ എടുക്കാം. ഫ്ലവർ ഞാൻ എടുക്കുന്നത്, പൊടി ഞാൻ എടുക്കുന്നത് മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഗോതമ്പ് പൊടിയും പിന്നെ ബ്രെഡ് ഫ്ലവറും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ 500 ml പൊടിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml. അപ്പോൾ 250 ml 1 കപ്പ് പൊടി എന്ന് പറയുമ്പോൾ ഇത് ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ്. അപ്പോൾ ആ 1 കപ്പ് ബ്രെഡ് ഫ്ലവർ, ഗോതമ്പ് പൊടിയല്ല കേട്ടോ, മൈദമാവാണ്. ഗോതമ്പിൻ്റെ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഗോതമ്പ് വായിൽ വന്നതാണ്. ഇനി മൈദമാവും അതേപോലെ തന്നെ 1 കപ്പ് എന്ന് പറയുമ്പോൾ 500 ml ആയല്ലോ. പറഞ്ഞത് തെറ്റിയതാണ്. ഗോതമ്പ് പൊടി അല്ല ഇപ്രാവശ്യം എടുത്തിരിക്കുന്നത്. ചിലപ്പോൾ ഞാൻ വീറ്റ് ബ്രെഡ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഓർമ്മയിൽ അങ്ങനെ പറഞ്ഞോളൂ, സ്ലിപ്പ് ഓഫ് ടങ്. പിന്നെ ഇപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഈ സാധനങ്ങൾ, ഇത് കുറച്ച് വീഡിയോയിൽ കാണുന്നില്ല അല്ലേ, ഒരു സെക്കൻഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ, അതായത് ഉപ്പ്, ബേക്കിംഗ് പൗഡർ, പിന്നെ ഈസ്റ്റ്, പഞ്ചസാര, ഇത് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിനേക്കാളും മുന്നേ നന്നായിട്ട് മിക്സ് ചെയ്യാം. പാലെടുക്കാൻ മറന്നിട്ടുണ്ട്. പാലെടുക്കാം. പാലെടുക്കട്ടെ. ഓക്കെ, പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 1/2 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പാല് എന്താ പറയുക, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വെള്ളം യൂസ് ചെയ്യണമെങ്കിൽ വെള്ളം യൂസ് ചെയ്യാം. വെള്ളം യൂസ് ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റ് പാല് ഒഴിക്കുമ്പോഴായിരിക്കും മാത്രം. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പാലായിരിക്കുമല്ലോ കുറച്ചും കൂടി ഹെൽത്തിയും ആവും, ടേസ്റ്റിയും ആവും. ഹെൽത്തിനും കുഴപ്പമൊന്നുമില്ല. ഒലീവ്സ് ഇട്ടേ നമുക്ക് പാലൊഴിക്കാം. അര കപ്പ് പാലൊഴിച്ചിട്ടുണ്ട്.
കപ്പ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഒലിവ് ഓയിൽ ചേർക്കാം. 1/2 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. മുട്ട ബീറ്റ് ചെയ്തിട്ട് ചേർക്കാം, കുഴപ്പമില്ല. മുട്ട അല്ലാതെ നേരിട്ട് ചേർക്കാം, അതും കുഴപ്പമില്ല. നന്നായിട്ട് കുഴക്കണമെന്നുള്ളൂ. ഈ ബീറ്ററുള്ളവർക്കാണെങ്കിൽ പിന്നെ ഇതൊന്നും വലിയ പ്രശ്നമല്ല. അതൊന്ന് കുഴച്ചെടുക്കട്ടെ. ഓക്കെ, അതേ കണ്ടില്ലേ, മാവ് കുറച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒലിവ് ഓയിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ആദ്യം കുറച്ച് ഒഴിക്കാം. എന്നിട്ട് പാകത്തിനനുസരിച്ച്, കാരണം ഇത് സെറ്റ് ചെയ്യാനായിട്ട് നമ്മളത് പൊന്താനായിട്ട് വെക്കുമല്ലോ. പൊന്താനായിട്ട് വെച്ചിട്ട് ഓരോ പ്രാവശ്യം എടുത്ത് ഒരു 3 പ്രാവശ്യം അല്ലെങ്കിൽ 4 പ്രാവശ്യം നമ്മൾ പൊന്തിയത് കുഴച്ച് വെക്കണം. അപ്പോൾ അപ്പോഴത്തേക്കും ഈ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ അത് കണക്കാക്കിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഞാൻ കുറച്ച് ഒഴിച്ചു. ഇനി ഇത് പൊന്താനായിട്ട് വെച്ചിട്ട് രണ്ടാമതും കുഴക്കുന്ന ബാക്കിയുള്ള എടുക്കും. നല്ല ഇതേപോലെ ചപ്പാത്തി പരുവത്തിനേക്കാൾ കുറച്ചും കൂടി ഈസി ആയ രീതിയിൽ. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സോഫ്റ്റ് ആയിരിക്കണം. നമ്മളിത് കുഴച്ച് കഴിഞ്ഞാൽ കുറച്ച് ചൂടുള്ള സ്ഥലത്തേക്ക് എടുത്ത് മാവ് മാറ്റി പ്ലെയിൻ ഫ്ലെയിം ഇട്ടിട്ടോ അല്ലെങ്കിൽ ക്ലോത്ത് ഇട്ടിട്ടോ മൂടി വെക്കണം. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. എൻ്റെ മറ്റ് ബണ്ണുകൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു മിക്കവരും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതുപോലെ കുഴക്കുമ്പോഴാണ് ഇത് നല്ല സോഫ്റ്റായിട്ട് ഫ്ലഫി ആയിട്ട് നമ്മൾ ബ്രെഡ് വരിക. അപ്പം ഞാനിനി ഇത് എടുത്ത് വയ്ക്കാൻ പോവാണ്. 1/2 hour കഴിയുമ്പോൾ ഞാനിതൊന്നുകൂടി ഇതേപോലെ, അപ്പോൾ ഇതിന് പൊന്തി ഉണ്ടാവുമല്ലോ, ഇതേപോലെ നന്നായിട്ട് കുഴച്ച് തിരിച്ച് വയ്ക്കും. അങ്ങനെ 4 പ്രാവശ്യം ആണ് സാധാരണ ഞാൻ ചെയ്യാറ്. അപ്പോൾ എൻ്റെ മിക്ക വീഡിയോസിൽ ഞാൻ പറയാറുണ്ട് 4 പ്രാവശ്യമാണ് ഞാൻ ചെയ്യാറ്. 4 പ്രാവശ്യം കഴിഞ്ഞതിന് ശേഷമാണ് ബേക്ക് ചെയ്യാറുള്ളത്. അതേ വെച്ചു ക്ലോത്തിട്ട് മൂടി ഇനി ഇത് ചൂടുള്ള ഭാഗത്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ആണ് നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കേക്ക് പാനിലേക്ക് ലാസ്റ്റത്തെ സ്റ്റേജിൽ കേക്ക് പാനിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പൊന്തിയിട്ടുണ്ട്. നമ്മളത് ബേക്ക് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ചെയ്യാനുള്ളത്, ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ബേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബേസ്റ്റ് ചെയ്യുന്നത് എന്താ പറയുക, ബ്രഷുള്ളൊരു ബ്രഷ് കൊണ്ട് ബേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ കുറച്ച് ആദ്യം മുകളിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് ബേസ്റ്റ് ചെയ്യണമെങ്കിൽ ബേസ്റ്റ് ചെയ്യുക, സ്പൂൺ കൊണ്ട് ബേസ്റ്റ് ചെയ്യണമെങ്കിൽ ബേസ്റ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇത് ഞാൻ നിങ്ങൾ കുക്കിംഗ് റേഞ്ചിൻ്റെ ഓവനിലാണ് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്രെഡ് ആവാനായിട്ട് നമുക്ക് 1/2 hour 180 ഡിഗ്രിയിൽ വെക്കേണ്ടി വരും. ഇനിയിപ്പോൾ അല്ല നിങ്ങൾ എന്താ പറയുക കൺവെക്ഷൻ ഓവൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഓവൻ ഉണ്ടല്ലോ, ഓവൻ മാത്രമായിട്ട് ഉള്ളതിൽ വെക്കുകയാണെങ്കിൽ നമുക്കിതൊരു 7 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 8 മിനിറ്റ് മാക്സിമം മാത്രമേ ആവശ്യം വരാറുള്ളൂ കേട്ടോ. അത് മറ്റേ ബേക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ, ബേക്ക് ഓപ്ഷൻ നിങ്ങൾ നോക്കണം ഗ്രിൽ ഓപ്ഷനിലാണോ ഇതിലാണ് ഇട്ടിരിക്കുന്നത്. കുക്കിംഗ് റേഞ്ചിലാണെങ്കിൽ 1/2 hour വേണം, 1/2 hour 180 ഡിഗ്രിയിൽ. അപ്പം ഞാനിത് കുക്കിംഗ് റേഞ്ചിൽ വെക്കാൻ പോവുകയാണ്, 180 ഡിഗ്രി 1/2 hour. അപ്പോൾ ആ ബ്രെഡ് കണ്ടില്ലേ, ബ്രെഡ് ആയി 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേനും ഇത്ര ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചീസ് ഇതിൻ്റെ മുകളിൽ ഇടാൻ പോവാണ്. അപ്പം ഞാനിതിങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചു വെച്ചിരിക്കുകയാണ് ചീസ് ഇടാനായിട്ട്. എൻ്റെ ഓവനിൽ കൈ
കൈ അവിടെ തട്ടി. ഓക്കെ, ഞാൻ ഇത് ഇങ്ങനെയാണ് ഇടുക. ഞാൻ ക്യാമറ മാറ്റി വെച്ചിട്ട് ഇടാം, അല്ലെങ്കിൽ എൻ്റെ കൈ ചിലപ്പോൾ പൊള്ളും. അപ്പോൾ അതുകൊണ്ട് ക്യാമറ മാറ്റിയിട്ട് ഞാൻ ഇടാൻ പോകണം. അപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴാണ് ചീസ് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇടുന്നത്. അപ്പോൾ ഫുൾ ട്രേയും കൂടെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചൂട് പോകുമ്പോൾ ബ്രെഡ് ചിലപ്പോൾ താഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ വെച്ചിട്ട് ഇടുന്നത്. അപ്പോൾ ബ്രെഡ് റെഡിയായി, കണ്ടില്ലേ, നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇതിനൊന്ന് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെക്കണം. അപ്പോൾ എന്താ പറയുക, ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മളെ കിച്ചൺ നല്ല സ്മെല്ലായിരിക്കും. ബ്രെഡ് ഇങ്ങനെ ഇതേപോലെ നമുക്ക് വിട്ടുപോരും. ഞാനൊരു കത്തി എടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് പൊന്തിച്ച് ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് കാണിച്ചു തരാം. ഈസിയാണ്, കണ്ടില്ലേ. അപ്പോൾ അത് ഞാൻ പ്ലേറ്റിലേക്ക് വെച്ചു. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ ബ്രൗൺ കളർ ക്രസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേക്കിംഗ് പേപ്പർ ഇടാം. സൈഡിലും അടിയിലും ബേക്കിംഗ് പേപ്പർ ഇടാം. അപ്പോൾ ഇവിടെ ക്രസ്റ്റ് ഇഷ്ടമാണ്. ക്രസ്റ്റ് ആകുമ്പോൾ കുറച്ചിങ്ങനെ നല്ല എന്താ പറയുക ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ അത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ബേക്കിംഗ് പേപ്പർ ഇടാണ്ടിരുന്നത്. ക്രസ്റ്റ് ഇഷ്ടമുള്ളവർ ഇങ്ങനെ ചെയ്യാം, ഇഷ്ടമില്ലാത്തവർ ബേക്കിംഗ് പേപ്പർ വെച്ച് ചെയ്യാം. അപ്പോൾ വളരെ ഈസിയല്ലേ ബ്രെഡ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഈസിയാണ് ഒലിവ് ബ്രെഡ്. ഇങ്ങനെ പ്ലെയിൻ ബ്രെഡിനേക്കാളും കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, അതേപോലെ ഫ്ലേവറും ഉണ്ടാവും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.